ഇല്ല ഹായ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, പൊതിച്ചോറാണ് കേട്ടോ. കുറേ ആയി പൊതിച്ചോറ് ചെയ്യണം താഴേന്നേ വിചാരിക്കുന്നതാണ്. അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ടൊരു പൊതിച്ചോറ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഓഡിയോ കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഈ തിരക്കിൻ്റെ ഇടയിൽ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഓഡിയോ ഒരു വഴിക്കും വീഡിയോ ഒരു വഴിക്കും ഒക്കെയാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ വല്ലാത്തത് തോന്നിയിട്ടോ. അപ്പം തിരക്ക് കൊണ്ട് പറ്റിപ്പോണതാണ്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം എല്ലാവരും പോയി, അച്ഛനും ആദ്യകൂട്ടനും കുടുവും പോയി താഴത്തെ, അവിടെ പണിയുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ചേട്ടായി പോയി, ആദ്യകൂട്ടനല്ല കുടുവും മോനിച്ചും പോയി. ആദ്യകൂട്ടനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. അവൻ എന്നോട് പറയാം ആദ്യം ഞാനല്ലേന്ന്. അപ്പോൾ ആദ്യകൂട്ടനും ഞാനും ഉണ്ട്, പിന്നെ നമ്മളെ താഴത്തെ വീട്ടിലെ ആദ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് ചെയ്യാമെന്ന് വെച്ച് രാവിലെ ഞാൻ എല്ലാം ആക്കിയിട്ടുണ്ട്, ഉള്ളതെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ആക്കി പൊതിയാക്കിയിട്ട് വേണം താഴോട്ട് പോവാം. എന്നിട്ട് പിന്നെ ബാക്കി അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം, ഇനി വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പൊതിച്ചോറുണ്ട് കിട്ടില്ല അതി ഓക്കെ അല്ലേ. അപ്പോൾ അരി വെള്ളത്തിലിടാൻ മറന്നു പോണ ദിവസം ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു അന്ന് രാവിലെ കേട്ടോ. നിർദോശ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ദോശയൊക്കെ ആക്കി വെച്ചു. പിന്നെ പൊതിച്ചോറ് ചെയ്യാമെന്നുള്ള തീരുമാനമുള്ളത് കൊണ്ട് തന്നെ അന്ന് ലീവാണെങ്കിലും വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് താഴെ സ്ഥലത്തും പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാം, അവിടെ ഒരു പണി കിട്ടിയ പണിയുണ്ട് കേട്ടോ, അത് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറായിട്ടുണ്ട്. ചോറ് ഞാൻ എന്താ മുറ്റത്ത് വെച്ച് ഊറ്റുന്നതെന്ന് ഓർക്കണ്ട കേട്ടോ. നമ്മൾ എൻ്റെ കഞ്ഞി വാർക്കക്കലത്തിൻ്റെ അടി ചോരുന്നുണ്ട് കേട്ടോ, ഓട്ടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് വെക്കുമ്പോൾ അവിടെയൊക്കെ നനയും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മുറ്റത്ത് വെച്ച് ചോറ് ഊറ്റിയിട്ട് പിന്നെ വെള്ളം വാർന്ന് കഴിയുമ്പോൾ എടുത്ത് അകത്ത് കൊണ്ട് വെക്കുക കേട്ടോ ചെയ്യുക, ചോറും കലം. അപ്പോൾ അതുകൊണ്ടാണ് മുറ്റത്ത് വെച്ച് ചോറ് വാർക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റേഷനരി ആയിരുന്നു കേട്ടോ. റേഷനരിയാണ് ഇവിടെ എന്നിട്ട് ഇഷ്ടം. മോനുച്ചിനും അതെ, ആദ്യകൂട്ടം പിന്നെ ഏതാണേലും കഴിക്കും, കൂടും കഴിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും റേഷനരി ആണെങ്കിൽ നല്ലപോലെ കഴിക്കുമല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് രാവിലെ തന്നെ വെച്ചൂറ്റി. പിന്നെ മാങ്ങ ചമ്മന്തി പൊടിക്കാമെന്ന് വെച്ച് മാങ്ങ ചെത്തി നല്ല കാന്താരി മുളകൊക്കെ ചേർത്തിട്ട് മാങ്ങ തേങ്ങയും കാന്താരി മുളകും എല്ലാം ചേർത്ത് മാങ്ങ അങ്ങ് ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. കുറേ ദിവസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതെന്നും അരിയാൻ എങ്ങനെയായാലും സമയം കിട്ടാത്തതുകൊണ്ട് നീക്കി വെച്ച് അതും കുറച്ചുള്ളതെടുത്ത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബീൻസ് അരിഞ്ഞു, അത് തേങ്ങയൊക്കെ ഒതുക്കിയിട്ടില്ല, തേങ്ങ ചിരകിയിട്ട് അത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, ചായ കുടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ അച്ഛനും ആദ്യകൂട്ടനല്ല, അച്ഛനും മോനിച്ചും കൂടും കൂടെ താഴോട്ട് പോയി കേട്ടോ. അതിന് ശേഷം നമ്മളെ വീട് പണി എടുക്കുന്നിടത്തിലേക്ക് പോയി. പിന്നെ ഞാനും ആദ്യകൂട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചായ കുടിയെല്ലാം കഴിഞ്ഞ് അവർ പോയി. അപ്പം ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്, എന്നാൽ പിന്നെ വെണ്ടയ്ക്കയും കൂടി മെഴുക്കറ്റി വെക്കാമെന്ന് വിചാരിച്ച് വെണ്ടയ്ക്ക എടുത്ത് അരിഞ്ഞു, വെണ്ട തോരൻ വെച്ചു കേട്ടോ. അപ്പോൾ വെണ്ട തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും ഉപ്പിട്ടിട്ട് നല്ലപോലെ തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇങ്ങനെ കൊഴുപ്പായി നിൽക്കില്ല കേട്ടോ. നല്ലപോലെ വേറെ തന്നെ നിൽക്കും കേട്ടോ. വെണ്ടയ്ക്ക ശരിക്കും പയറുതോരനൊക്കെ പോലെ തന്നെ വേറെ തന്നെ നിൽക്കും, ഇങ്ങനെ കുഴഞ്ഞു പോകില്ല കേട്ടോ. തുറന്ന് വെക്കണം, നല്ലപോലെ തുറന്ന് വെച്ച് വേവിക്കുക, അപ്പോൾ അത് റെഡിയാവും കേട്ടോ. ഇനിയിപ്പോൾ തുടക്കത്തിൽ കുറച്ച് നേരം അടച്ചു വെച്ചാലും പിന്നെ തുറന്ന് വെച്ചാൽ മതി. പിന്നെ മുട്ട ഓരോരുത്തർക്കുള്ള മുട്ട ഞാൻ ഓംലേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട സാധാരണഗതിയിൽ ഞാനിങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ചുണ്ടാക്കി മുറിച്ചുണ്ടാക്കാറാണ്, മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഒരാൾക്ക് ഒരു മുട്ട എന്നുള്ള കണക്കിലൊന്നും ഞാൻ പൊരിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഒരു 3 മുട്ട എടുക്കും, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് എടുക്കും. ഇത് പിന്നെ ഒരു പൊതിച്ചോറൊക്കെ അല്ലേ, അല്പം വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെയാണ് ഓർത്തത് വാഴയില ഇല്ലല്ലോ എന്ന്. അപ്പോൾ താഴത്തെ അമ്മേനോട് വിളിച്ചു ചോദിച്ചു, അമ്മയെ ഒരു കഷ്ണം ഇല തരുമോ എന്ന് വിളിച്ചു ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വാഴയില എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിയിട്ട്, അപ്പോൾ കോഴിക്കോട് സൈഡിൽ നമുക്ക് വാഴ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി വാഴയില അങ്ങോട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ വാഴയില കിട്ടാത്തതിൻ്റെ പേരിൽ പൊതിച്ചോറ് മുടങ്ങിയില്ല കേട്ടോ ഇവിടുന്ന്. താഴേന്ന് ഒരു വട്ടം ഞാൻ പൊതിച്ചോറ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് ഇല ഒത്ത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഏതായാലും വേണ്ടിയില്ല, മുടങ്ങിപ്പോയതായിരുന്നു. അപ്പോൾ പിന്നെ വന്ന് വേഗം അടുപ്പിൽ തീ ഉണ്ടായിരുന്നു, ഉള്ള തീ ഒന്നുകൂടെ ചൂട്ടൊക്കെ വെച്ച് കത്തിച്ച് ഇല അങ്ങ് വാട്ടിയിട്ടോ. ഞാൻ ഇല വാട്ടുന്ന കണ്ടപ്പോൾ ഇത് ആദ്യകൂട്ടൻ ഇല വാട്ടണമെന്ന് ഭയങ്കര കലശലായ ആഗ്രഹം. അങ്ങനെ എല്ലാം
ചമ്മന്തിയും തോരനും എല്ലാം റെഡിയാക്കി ഞങ്ങൾ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കളിയായിരുന്നു കേട്ടോ, ആദിശും ആദ്യക്കുട്ടനും കൂടെ കളിയായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു വരുത്തി, മനസ്സോടെ ആണോയെന്നറിയില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി എന്ത് ചെയ്തു, എല്ലാ ടേബിളിലോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ പൊതിച്ചോറ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് റേഷനരിൻ്റെ ചോറാട്ടോ. ഇല ഇട്ട് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല അങ്ങോട്ട് ഇടേണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കൊടുവിനുള്ള ചോറാണേ. കൊടുവിനാകുമ്പോൾ അത്ര മതി. കൊടുവിന് ഫസ്റ്റ് ഞങ്ങൾ കൊടുവിനുള്ള ചോറാട്ടെ പൊതിയുന്നത്. ചമ്മന്തി, ഒരു ഉണക്കമീൻ, ഇത് മുള്ളമീനാണ്, മുള്ള വറുത്തത്. പിന്നെ ഇത് ബീൻസ് തോരനാണ്, ബീൻസ് തോരൻ. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട് കേട്ടോ, മുട്ട പൊരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഫുള്ളായിട്ട് മുട്ട പൊരിക്കാറില്ല. ഇവിടെ ഓരോരുത്തർക്കും ഓരോ മുട്ട എന്ന് വെച്ച് പൊരിക്കാറില്ല കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് പൊരിച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ അതിനൊരു അങ്ങനെ കഷ്ണം മുറിച്ചു എന്നുള്ളതിനൊരു പ്രശ്നം ഉണ്ടാവലില്ല. ഇന്ന് പിന്നെ ഒരു സ്റ്റൈലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ മൊത്തമായിട്ട് പൊരിച്ചത്. വെണ്ടയ്ക്ക അത് മതി, ഞാൻ തോരൻ വെണ്ടയ്ക്ക ഞാനതൊന്നും കഴിക്കണ്ടല്ലോ, ഏതായാലും ഇരിക്കട്ടെ. പൊതിച്ചോറല്ല അപ്പം എല്ലാം പൊതി എല്ലാം വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. പിന്നെ കുടുവിന് മീൻ അത്ര ഇഷ്ടമായതുകൊണ്ട് അയല മുളക് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചാറ് ഒഴിച്ചാൽ അതിന് എരിയോ, കുറച്ച് ചാറ് ഒഴിച്ചിട്ടുണ്ട്. കുടുവിനായതുകൊണ്ടാട്ടെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതിയാം. ഇത് ഞാൻ വെച്ചത് ശരിക്കും തിരിഞ്ഞു പോകും കേട്ടോ. പൊതിയാട്ടോ. അടുത്തേക്ക് ഉണ്ടായിരുന്നു. കലണ്ടറാണ്. ഇവിടെ പത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കലണ്ടറിലാണ് നമ്മൾ ചോറ് പൊതിഞ്ഞത് കേട്ടോ. ഓക്കെ. പിന്നെ എന്താ, ഒരു പൊതി ചോറ് പോരാ, 5 പൊതി ചോറ് വേണം കേട്ടോ. അങ്ങനെ 5 ആക്കുള്ള പൊതിച്ചോറും എടുത്തു കേട്ടോ. പിന്നെ ആദിക്കെടുത്തു, അച്ചയ്ക്കെടുത്തു, കുടുവിനെടുത്തു, മോനുസിനെടുത്തു, ചേട്ടായിക്കുട്ടിക്കെടുത്തു. അങ്ങനെ എല്ലാവർക്കും ഉള്ള ചോറ് ഞങ്ങൾ അങ്ങോട്ട് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ പൊതിച്ചോറില്ലാതെ കനമുണ്ട്. എല്ലാവരും ഷോപ്പറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരെ. അപ്പോൾ പൊതിച്ചോറ് തുറക്കുമ്പോൾ ഇനി ബാക്കി കാണാം കേട്ടോ. അതാ വരുന്നത്, അതാ വരുന്നത്. അതിക്ക് ബ്രേക്കില്ല. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി, നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കറണ്ട് കണക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഒരു അശ്രദ്ധ മൂലമാണ് കേട്ടോ. അത് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കറണ്ടിൻ്റെ കാര്യം, കറണ്ട് കണക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേറെ കണക്ഷൻ എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പേപ്പറൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ 2-3 ദിവസം എടുത്തത് കേട്ടോ. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ സമയം വൈകാൻ കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഭിത്തി കെട്ടണം, നമ്മൾ കാര്യങ്ങൾ താരിഫ് ചാർജ് അടയ്ക്കണം, അതുപോലെ ഷിഫ്റ്റിംഗ് ചാർജ് അടയ്ക്കണം. അങ്ങനെ ചാർജൊക്കെ അടച്ച് നമ്മൾ പേപ്പർ റെഡിയാക്കി അപേക്ഷ കൊടുത്ത് അവർ കണക്ഷൻ നമുക്ക് മാറ്റിത്തരണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു വൈക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തുമ്പി വന്നിരിക്കുന്നു. കുമ്പി കിട്ടുമോ? കിച്ചിട്ടാ നോക്ക്, ഇത് നോക്കടാ പോയി നോക്ക്. ഓനെന്താ വണ്ടി നോക്ക്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ 2-3 വട്ടം അവിടെ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നനച്ചു. അതുപോലെ നമ്മളല്ലാതെ വെള്ളം കോരി നനച്ചു. പിന്നെ ടാങ്കിൽ പിടിച്ച് വെച്ചിട്ട് ഒരു വെള്ളം പാത്രത്തിലെടുത്ത്, അങ്ങനെയൊക്കെ കൂടെ 2-3 ദിവസം എന്തായാലും വേണ്ടിയില്ല, ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് കൂടെയുള്ള ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ പറഞ്ഞു ഞങ്ങൾ വേറൊരു ആവശ്യമുണ്ട്, അവർക്ക് എന്ത് സാധനം വാങ്ങാൻ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പോണ വഴി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവർ ചോറ് കൊണ്ട് അവർ പോയിട്ടോ. പിന്നെ ഞാനും മക്കളും കൂടി, ഞങ്ങൾ 4 ആളും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചോറുണ്ടത്. അപ്പോൾ ആദ്യം കൂടെ ഞാൻ മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് കുടുവിനും മതിലിൻ്റെ മുകളിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞ് കരയായിരുന്നു കേട്ടോ. പിന്നെ സാവധാനം ആദ്യം താഴെ ഇറങ്ങി എല്ലാവരും താഴെ ഇരുന്നു കേട്ടോ. കുടു എവിടെ ഇരിക്കണേ നോക്ക്, നിലത്ത്. കുടു സൂപ്പറാണോ? സൂപ്പറാണ് പറയും.
ആണോ? അനൊക്കെ തിന്നിതാ. കുടുവിൻ്റെ ചോറിൽ എന്തൊക്കെ ഉണ്ട്? മീനുണ്ട്, മുട്ട ഉണ്ട്, ചമ്മന്തി ഉണ്ട്, വെണ്ടക്കത്തോരനുണ്ട്, ഉണക്കമീനുണ്ട്. ഒരാളവിടെ ആദ്യം എന്താ ആദ്യം എല്ലാം എടുത്താണ്. ഇതാ കുടുവിൻ്റെ ചമ്മന്തി ഇതവിടെ സൈഡിൽ. ഇനി അമ്മേൻ്റെ ചോറ്. ആ മോൻ്റെ കൊടുക്ക്. കുടു തിന്നു കുടു. ഒരച്ച് തിന്നു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. കുടുവിന് തീറ്റിക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തിന്നില്ല നടക്കുള്ളൂ. ആ തോട്ട് പോയി. തിന്നിട്ട് കൈ കഴുകാൻ തോട്ട് പോയി. കുടു മാമ തിന്നാണ് അല്ലേ? കുടു മാമ നല്ല രസമല്ലേ കുടു? കുടു മാമ അല്ല തിന്നണേ. ആ മോനിച്ച് വരുന്നുണ്ട്. മോനിച്ച് അല്ല ചേട്ടായി. ആ ചേട്ടായി ആദ്യക്കൂട്ടനുണ്ടല്ലോ. അല്ല കുടു ഉണ്ടല്ലോ. മാമു തിന്നണത് കുറച്ചേ തിന്നുള്ളൂ. മീനും മുട്ടയാണ് തിന്നണത് അല്ലേ? മാമ തിന്നണം എന്നാലേ വലിയ കുട്ടിയാവുള്ളൂ. വീണോ? സാരല്ല. അങ്ങനെ കുടുവിന് കുറച്ചൊക്കെ ചോറ് വാരി കൊടുത്തു. കുടു മീനും മുട്ടയും തന്നെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ എൻ്റെ പൊതിച്ചോറ് അങ്ങോട്ട് തുറന്നു കേട്ടോ. തുറന്നു ഞാനും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ കഴിക്കണ ഞങ്ങൾ പറയണ വീഡിയോ ഒന്നും ഇല്ല ഇപ്പം നോക്കുമ്പോൾ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. അപ്പം അങ്ങനെ ചോറ് അങ്ങോട്ട് കഴിച്ചു ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ. കുടു മുഴുവൻ ചോറും തന്നില്ല കേട്ടോ. കുടു പകുതി കഴിച്ചിട്ട് കുടു എഴുന്നേറ്റ് പോയേ. പിന്നെ ഞാനും ആദ്യക്കുട്ടനുമായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി കേട്ടോ. എല്ലാവരും കഴിക്കലും കഴിഞ്ഞു. ഞാനിതാ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. അപ്പം എൻ്റെ ഇല കാലിയായിട്ടോ. കുടു നിക്കറ് കിട്ടും. അങ്ങോട്ട് മാറി നൂര് എല്ലാവരും കാണും. കുടുവിന് ചോറ് കൂടെ ബാക്കിയാണ്. കുടു ചോറ് ബാക്കിയാക്കി. എൻ്റെ ചോറിതാ വേല. അപ്പോൾ അങ്ങനെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ്. ഇതാ അമ്പിളിയേച്ചിയും മക്കളും പുഴയിൽ ചാടാൻ റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും പുഴയിലാണ് കേട്ടോ. പിന്നെ മക്കൾ പോകാൻ സമ്മതിക്കുമോ? വീട്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. മക്കൾ പറഞ്ഞ് പുഴയിൽ ചാടി നമുക്ക് കുളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കുടുവും ഞാനും അവിടെ ഇരുന്നു കേട്ടോ. കുടുവിന് ശരിക്കും മാറിയില്ല, എന്നാലും കുറവുണ്ട് കേട്ടോ. കുടുക്ക് എല്ലാവരും പുഴയിൽ ചാടുന്നത് നോക്കിയിരിക്കുക കേട്ടോ. കുടുവിന് ഉടുപ്പൊക്കെ കുടു നനച്ചു. പക്ഷെ ചുമയായതുകൊണ്ട് കുടുവിനെ പുഴയിൽ ഇറക്കാൻ പറ്റില്ല. ഓ കുടുവിന് പുഴയിൽ ചാടണം എന്നാണ് കുടു പറയുന്നത് കേട്ടോ. എല്ലാവരും നല്ല നീന്തലാണ്. ചാടി കളിക്കുക എല്ലാവരും. അങ്ങനെ എന്താ പറയുക, ഞങ്ങളിങ്ങനെ ഇവരെ കുളിയൊക്കെ കണ്ടിരുന്നു ഞാനും കുടു കേട്ടോ. കുടുവിനെ ഇറങ്ങണം എന്നുണ്ട്. ഇറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ കുടു വഴക്കുണ്ടാക്കിയത്. ഇവരെല്ലാവരും നല്ല നീന്തി. പിന്നെ അവസാനം അച്ചുമോള് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചേ നമുക്ക് അതിനെ ഞാനതിൽ കൊണ്ട് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു, കുടുവിനെ ഒക്കത്ത് വെച്ച് അതിലേക്ക് നടന്നു. വെള്ളത്തിൽ കൂടിയൊക്കെ കുറേ നേരം നടന്നു. കുറച്ച് നേരമൊക്കെ കുടു അരക്ക് കീഴ്പോട്ടൊക്കെ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കൂടി നടന്നു കേട്ടോ. മുങ്ങി കുളിക്കാതെ തലയൊന്നും നനയ്ക്കാതെ. അവനൊരു സന്തോഷമായി. ദൈവം സഹായിച്ചിട്ട് വെള്ളത്തിലിറങ്ങിയതിൻ്റെ പേരിലൊരു കഫക്കെട്ടും പനിയും കൂടിയില്ല കേട്ടോ. ഒന്നാമത് മരുന്ന് കുടിച്ച് കഴിയണ സമയമായതുകൊണ്ടായിരിക്കാം ഒന്നും വന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മക്കളും ഞങ്ങളെല്ലാവരും നല്ലൊരു എൻജോയ് ചെയ്തു കേട്ടോ. അയ്യോ തൊട്ടപ്പിടുത്തം കളിക്കുകയോ എന്തൊക്കെയോ കളിയൊക്കെ കളിച്ചു കേട്ടോ ഞങ്ങൾ. One, 2, 3, start. അതെ പിടിച്ചോളിയോ പോയോ? ഇതിനെ കാണാനില്ലല്ലോ മുങ്ങിട്ട്. ആ നരസിംഹം.
Oh my god. അച്ഛൻ അങ്ങോട്ട് വരും. Oh my god. One, two, three, start. Oh my god. Oh my god. വീഡിയോയിലുണ്ട്. പറ്റൂല. ഞാനാ ജയിച്ചതാരാ? ആ അല്ല, അച്ഛനല്ലേ ആദ്യം പൊന്തിയത്? ഞാനാദ്യം പൊന്തിയത്? അച്ഛൻ 2 വട്ടം പൊന്തി. വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചെടുക്കുന്ന മത്സരത്തിൽ ഉഞ്ഞടേനെ പറ്റിച്ചു കേട്ടോ. ഉഞ്ഞട 2 വട്ടം തല പൊന്തിച്ച് നോക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. പിന്നെ നീന്തൽ മത്സരത്തിൽ ഞാൻ തോറ്റും പോയി കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ചായയൊക്കെ കുടിച്ചു. ചായ ആയിരുന്നില്ല കേട്ടോ, ചൂട് മുത്താറി ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ.